വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി, വില്ലേജസ് ആൻഡ് സിറ്റീസ് ഹാവ് ദെയർ ഓൺ യുണീക്ക് ക്യാരക്ടേഴ്സ്. വില്ലേജിനും സിറ്റീസ് ഹാവ് ദെയർ ഓൺ യുണീക്ക് ക്യാരക്ടേഴ്സ്. ഗ്രാമത്തിനും നഗരത്തിനും അതിൻ്റെ യുണീക്കായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. വാട്ട് ആർ ദ റീസൺസ് ഫോർ വൈഡ് സ്പ്രെഡ് മൈഗ്രേഷൻ ടു സിറ്റീസ്? എന്തായിരിക്കും സിറ്റീസിലേക്ക് മൈഗ്രേഷൻ ചെയ്യാനുള്ള, അതായത് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുണ്ടായ റീസൺസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും റീസൺസ്? നമുക്ക് നോക്കാം. പീപ്പിൾസ് ആർ മൈഗ്രേറ്റിംഗ് ടു സിറ്റീസ് ഇൻ ലാർജ് നമ്പേഴ്സ് ഡ്യൂ ടു ബെറ്റർ ലിവിങ് കണ്ടീഷൻ. നല്ല ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അല്ലേ സിറ്റീസിൽ. അപ്പോൾ ടു ബെറ്റർ ലിവിങ് കണ്ടീഷൻ, ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. മോഡേൺ അമ്യൂണിറ്റീസ്, മോഡേൺ ലൈഫ് സ്റ്റൈൽ, ബെറ്റർ ഹൗസിംഗ് ഫെസിലിറ്റീസ്. എന്തൊക്കെയാണ്? മോഡേൺ ലൈഫ് സ്റ്റൈൽസാണ് അല്ലേ, ആധുനികപരമായ ലൈഫ് സ്റ്റൈൽസാണ്. ബെറ്റർ ഹൗസിംഗ് ഫെസിലിറ്റീസാണ് ഉള്ളത്. ബെറ്റർ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് അല്ലേ. ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് മോഡേൺ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. ഇതൊക്കെ എവിടെയുണ്ട്? സിറ്റീസിൽ ഉണ്ട്. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലത്. ഹെൽത്ത് കെയർ, ആരോഗ്യപരമായ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഹൗസിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ, മോഡേൺ ലൈഫ് സ്റ്റൈലാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെയാണ് എന്തിന് കാരണമാകുന്നത്? സിറ്റീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ ലൈഫ് സ്റ്റൈൽ? ഇതിൽ വരുന്നതിൽ റൂറൽ ലൈഫ് സ്റ്റൈലിൽ വരാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൂറൽ ലൈഫ് സ്റ്റൈൽ? റൂറൽ ലൈഫ് സ്റ്റൈലിൻ്റെ അല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഈ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഏതാണ്? മോർ ഇമ്പോർട്ടൻസ് ടു നെയ്ബർഹുഡ് റിലേഷൻ. റൂറൽ ലൈഫ് സ്റ്റൈലിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെയ്ബർഹുഡ് റിലേഷൻസിനാണ് എന്നാണ്. പിന്നെ രണ്ടാമത്തെ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഓക്യുപ്പേഷൻസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. കൃഷിക്കും അതിനെ സംബന്ധിച്ചുള്ള അലൈഡ് ഓക്യുപ്പേഷൻസിനാണ് കൂടുതൽ പ്രൊമിനൻറ്റ്. പിന്നെ ക്ലോത്തിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് ആർ സിമ്പിൾ. ലൈഫ് സ്റ്റൈലും ക്ലോത്തിങ്ങും ഒക്കെ സിമ്പിളാണ്. മോഡേൺ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. റൂറൽ ലൈഫ് സ്റ്റൈലിൽ എന്തില്ല? മോഡേൺ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഇല്ല അല്ലേ. അപ്പോൾ ഇതിൽ പറയുന്നത് മോഡേൺ എഡ്യൂക്കേഷണൽ ലൈഫ് സ്റ്റൈൽ അവൈലബിൾ ആണ് എന്നാണ്. അപ്പോൾ അതാണ് തെറ്റ് അല്ലേ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ്, റൂറൽ ലൈഫ് സ്റ്റൈലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ്? മോഡേൺ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ റൂറൽ ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ്. ആക്ടിവിറ്റി 2 നോക്കൂ. ആക്ടിവിറ്റി 2 എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ റിസോഴ്സ് ദറ്റ് ഗെറ്റ് ഡിപ്ലീറ്റഡ് അപ്പോൺ യൂസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കും തോറും ഡിപ്ലീറ്റഡായി പോകുന്ന, അതായത് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന, കുറഞ്ഞു പോകുന്ന നാച്ചുറൽ റിസോഴ്സ് ഏതാണ്? അമിതമായ ഉപയോഗം മൂലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ റിസോഴ്സ് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പെട്രോളിയം, വിൻഡ്, സൺലൈറ്റ്, വാട്ടർ. ഏതാണ്? ഉപയോഗിക്കും തോറും നമുക്ക് പുനരുപയോഗിക്കാൻ കഴിയാത്തതാണ് ഇത്. പുനർനിർമ്മിക്കാൻ കഴിയാത്തതാണ് എന്ത്? പെട്രോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ഡിപ്ലീഷൻ സംഭവിക്കുന്നത്? പെട്രോളിയമാണ്. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് റിസോഴ്സ് ഡിപ്ലീഷൻ? റിസോഴ്സ് ഡിപ്ലീഷൻ, ഈ വിഭവങ്ങളിങ്ങനെ ഡിപ്ലീഷൻ കുറയാൻ കാരണമാകുന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഹ്യൂമൻസ് ഹാവ് ബീൻ യൂസിങ് നാച്ചുറൽ റിസോഴ്സ് വിത്ത് ദ ബിലീഫ് ദാറ്റ് ദേ ആർ സ്ലോലി മെൻറ്റ് ഫോർ ദെയർ ബെനിഫിറ്റ്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ ഗ്രോത്ത്, സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാവ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സ്. പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ്, സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച, ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തത്, ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം. ഇതൊക്കെയാണ് എന്ത് ചെയ്തത്? ഹാവ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സിൻ്റെ
റിസോഴ്സിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ആവാനായിട്ടുണ്ടായ കാരണമെന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ വളർച്ചയിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്തതോടുകൂടി നാച്ചുറൽ റിസോഴ്സിൻ്റെയും ഡിമാൻഡ് എന്തായി, ഇൻക്രീസ്ഡായി. ദിസ് ഹാസ് ലെഡ് ടു എക്സസീവ് റിസോഴ്സ് ഡിപ്ലീഷൻ. ഇത് കാരണം എന്ത് സംഭവിച്ചു, എല്ലാവരും എക്സസീവായിട്ട് അല്ലേ, വളരെ അമിതമായി എന്ത് ചെയ്തു, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതോടുകൂടി, നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ദിസ് ഹാസ് ലെഡ് ടു എക്സസീവ് റിസോഴ്സ് ഡെപ്ലീഷൻ. ഇതെന്തിന് കാരണമായി, റിസോഴ്സ് ഡിപ്ലീഷന് കാരണമായി. റിസോഴ്സ് ഡിപ്ലീഷൻ റിഫേഴ്സ് ടു ദ റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് റിസോഴ്സ് ഡ്യൂ ടു അൺകൺട്രോൾഡ് കൺസംഷൻ. നമ്മുടെ അമിതമായ ഉപയോഗം മൂലം ഇതിൻ്റെ റിസോഴ്സ് ഡിപ്ലീഷൻ സംഭവിക്കാൻ തുടങ്ങി. അൺസയൻറ്റിഫിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ ഹാസ് ലെഡ് ടു ലോസ് ഓഫ് മെനി ഇൻവാലുബിൾ റിസോഴ്സസ് ആൻഡ് ഹാസ് സ്റ്റാർട്ടഡ് ടു ഓൾട്ടർ ദ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നേച്ചർ. എന്താ പറയുന്നത്, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, അതായത് ശാസ്ത്രീയപരമല്ലാത്ത എക്സ്പ്ലോയിറ്റേഷനൊക്കെ എന്തിന് കാരണമായി, ഒരുപാട് ഇൻവാലുബിളായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് നഷ്ടപ്പെടാനും പിന്നെ നേച്ചറിൻ്റെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സിന് തന്നെ അത് മാറ്റിമറിക്കാനും കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത്, സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തതോടുകൂടി, ഇതൊക്കെ വർദ്ധിച്ചതോടുകൂടി എന്ത് ചെയ്തു, ദ ഡിമാൻഡ് ഫോർ നാച്ചുറൽ റിസോഴ്സസ്. ആക്ടിവിറ്റി 3. വാട്ട് ആർ ദ 2 types ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് എർത്ത്? എർത്തിൻ്റെ 2 types ഓഫ് മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് 2 types ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഏതൊക്കെയാണ്? റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്, എർത്തിൻ്റെ 2 types ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ദ ഫോളോയിങ് ഫിനോമിന ഒക്വർ ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്? ഇവിടെ കുറച്ച് ഫിനോമിനൻസ് അല്ലേ തന്നിട്ടുണ്ട്. അത് എർത്തിൻ്റെ ഏത് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്, ദ സൺ അപ്പിയേഴ്സ് ടു സെറ്റ് ഇൻ ദ വെസ്റ്റ് ആഫ്റ്റർ റൈസിങ് ഇൻ ദ ഈസ്റ്റ്. അവിടെ വരുന്നത് എന്താണ്, റൊട്ടേഷൻ. ഏതാണ്? റൊട്ടേഷൻ. ദ സൺ അപ്പിയേഴ്സ് ടു സെറ്റ് ഇൻ ദ വെസ്റ്റ് ആഫ്റ്റർ റൈസിങ് ഇൻ ദ ഈസ്റ്റ്. രണ്ടാമത്തെ, സീസൺസ് ചേഞ്ച് സച്ച് ആസ് റെയിനി സീസൺ, വിൻ്റർ ആൻഡ് സമ്മർ. സീസൺ ചേഞ്ച് സംഭവിക്കുന്നത് റെവല്യൂഷൻ. ഡേ ആൻഡ് നൈറ്റ് ഒക്കർ. ഡേയും നൈറ്റും ഒക്കർ ചെയ്യുന്നത് റൊട്ടേഷൻ. അപ്പോൾ റൊട്ടേഷനും റെവല്യൂഷനും ഈ ഫിനോമിനൻസിൽ എർത്തിൻ്റെ മൂവ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ടിവിറ്റി 4. ഇൻ ദ വേൾഡ് ദർ ആർ ബോത്ത് ഡെമോക്രാറ്റിക് ആൻഡ് നോൺ ഡെമോക്രാറ്റിക് കൺട്രീസ്. നമ്മുടെ വേൾഡിൽ, ലോകത്ത് ഡെമോക്രാറ്റിക്കും നോൺ ഡെമോക്രാറ്റിക്കുമായിട്ടുള്ള കൺട്രീസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് വൺ, എമംഗ് ദ ഫോളോയിങ് വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് താഴെയുള്ളതിൽ ഏതൊക്കെയാണെന്ന് നോക്കാനാണ് പറയുന്നത്. നോക്കൂ, ദ റൂളർ ഈസ് നോട്ട് ഒബ്ലിഗേറ്റഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ലോ. അതല്ല അല്ലേ, അപ്പോൾ അത് എന്തല്ല, ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അല്ല. ബി എന്താണ്, ദ റൂളർ ഈസ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. റൂളറെ പീപ്പിൾസ് എലക്ട് ചെയ്തെടുക്കുകയാണ്, ആൾക്കാർ തിരഞ്ഞെടുക്കുന്നതാണ് എന്ന് പറയുന്നത് റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റാണ് അല്ലേ, ജനാധിപത്യ ഗവൺമെൻറ്റാണ്. രണ്ടാമത്തെ സി നോക്കൂ, ദ പീപ്പിൾ ഹാവ് ദ ഫ്രീഡം ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. ആൾക്കാർക്ക് എന്തിനുള്ള അവകാശമുണ്ട്, അവർ തിരഞ്ഞെടുക്കുന്ന റൂളറാണല്ലോ, നമ്മൾ എലക്ട് ചെയ്ത് അവർ തിരഞ്ഞെടുക്കുന്ന റൂളറാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഫ്രീഡം ആർക്കുണ്ട്, ആളുകൾക്കുണ്ട്. ദ പീപ്പിൾ ഹാവ് ദ ഫ്രീഡം ടു ക്രിട്ടിസൈസ് ദ ഗവൺമെൻറ്. അപ്പോൾ ബിയും സിയുമാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 2 question. In which of the following countries does monarchy prevail? In which of the following countries does monarchy prevail? monarchy prevail ആയിട്ടുള്ള കൺട്രീസ് ഏതാണ്? ബ്രൂണൈ. ഏതാണ്? ബ്രൂണൈ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്? എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ഗുണങ്ങൾ? എന്തൊക്കെയാണ്? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ ഒപ്പീനിയനെ റെസ്പെക്റ്റ് ചെയ്യുന്നു അല്ലേ, അഭിപ്രായത്തെ മാനിക്കുന്നു. പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിയുടെയും ഫ്രീഡത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു.
അല്ലേ, സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നു. മൂന്നാമത്തെ എന്താണ്, റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റ് ടു സെയിം ലോ. റൂളേഴ്സിനും പീപ്പിൾസിനും ഒക്കെ എന്താണ്, സെയിം ലോ ആണ് അല്ലേ. ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റ് ടു ദ സെയിം ലോ. റൂളേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ടു ദ പീപ്പിൾ. ഇതൊക്കെയാണ് എന്ത്, ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെറിറ്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 5 നോക്കൂ. താഴെ കുറച്ച് കൊളാഷ് തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, മോഡേൺ ലൈഫ് സ്റ്റൈല്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ്, ജോബ്സ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്. ഇത്രയും തന്നിട്ട് കൊളാഷ് തന്നിട്ടുണ്ട്. ഇത് അനലൈസ് ചെയ്യുക. ഫസ്റ്റ് വേണം എന്താ ചോദിച്ചാൽ അനലൈസ് ദ കൊളാഷ് ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അർബൻ ലൈഫ്. അർബൻ ലൈഫ് എന്ന് വെച്ചാൽ എന്താ, നഗര ജീവിതം അല്ലേ, സിറ്റികളിലുള്ള ജീവിതം എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നത്, പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അർബൻ ലൈഫ് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പ്രോബ്ലംസാണ്? 1. സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് ടു എൻഹാൻസ് ടേസ്റ്റ് ആൻഡ് കളർ ക്യാൻ ബി ഹാംഫുൾ ടു ഹെൽത്ത്. നമുക്കറിയാം എന്താണ്, ഫുഡിൽ കളർ ചേർക്കാറുണ്ട് അല്ലേ, എന്തിനു വേണ്ടി, അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും, ടേസ്റ്റ് കൂട്ടാനും കളറ് ഭംഗിയുള്ളതാക്കാനൊക്കെ വേണ്ടിയിട്ട് ഫുഡ് ഐറ്റംസിലൊക്കെ ഒരുപാട് കളേഴ്സൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഹെൽത്തിന് ഹാംഫുള്ളാണ്, ദോഷകരമാണ് അല്ലേ. മോഡേൺ ലൈഫ് സ്റ്റൈൽ മേ നെഗറ്റീവ്ലി എഫക്റ്റ് ബോത്ത് അവർ മൈൻഡ്സ് ആൻഡ് ബോഡീസ്. മോഡേൺ ലൈഫ് സ്റ്റൈൽ, നഗരജീവിതത്തിൽ മുഴുവൻ എന്താണ്, മോഡേൺ ലൈഫ് സ്റ്റൈലാണ് അല്ലേ. ഇത് നമ്മുടെ മൈൻഡിനെയും ബോഡീസിനെയും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ശരീരത്തിനെയും ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. അതുപോലെ ഇൻഡസ്ട്രീസിൻ്റെ ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് പ്രോബ്ലംസ് സച്ച് ആസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ റൈസ്. ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തോടുകൂടി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒരുപാട് ഉയരുന്നു. വിച്ച് അഡ്വേഴ്സ്ലി അഫക്റ്റ് പീപ്പിൾസ് ഹെൽത്ത്. ഇതും എന്ത് കാരണമാകുന്നു, ആൾക്കാരുടെ ആരോഗ്യത്തെ അത് നന്നായി ബാധിക്കുന്നു. ഇവൻ ദോ ഇംപ്രൂവ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ, ട്രാഫിക് കോർഫഗസ്റ്റേഷൻ, ട്രാഫിക് ജാംസ് ആൻഡ് അതർ പൊല്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കർ. ഇതുപോലെ എന്താണ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഉയർന്നു അല്ലേ. ഓരോ വീട്ടിലും ഒന്നിൽ കൂടുതൽ വാഹനങ്ങളായി. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കണം, ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാകും, എയർ പൊല്യൂഷൻസും പിന്നെ ട്രാഫിക് ജാമുകളും അല്ലാത്ത ഒരുപാട് പ്രോബ്ലംസ് ഇത് കാരണവും ഉണ്ടാകുന്നുണ്ട്. ഡ്യൂ ടു ഡെൻസ് പൊല്യൂഷൻ ഏരിയാസ് ഡിസീസ് ലൈക്ക് എപ്പിഡമിക്സ് ക്യാൻ സ്പ്രെഡ് റാപ്പിഡ്ലി. അപ്പോൾ ഇത്തരം ഡെൻസ് പോപ്പുലേഷനുള്ള ഏരിയാസിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പകർച്ചവ്യാധി പോലെ അത് പടർന്ന് പിടിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഒരു അർബൻ ലൈഫ് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, പ്രൊവൈഡ് 2 സജഷൻസ് ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് അർബൻ ലൈഫ്. അവർ നേരിടുന്ന, അതായത് നഗരത്തിൽ ജീവിക്കുന്നവർ നേരിടുന്ന ഈ പ്രോബ്ലംസിന് 2 സൊല്യൂഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള 2 സൊല്യൂഷൻസ്. ഒന്നെന്താണ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് കോസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. എൻവയോൺമെൻറ്റിന് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലല്ലാത്ത എന്ത് ചെയ്യണം, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം അവിടെ നടത്താൻ. പിന്നെ സിസ്റ്റമാറ്റിക് പ്ലാനിങ് വേണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലാനിങ്ങും വേണം. ആക്ടിവിറ്റി 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യോ എക്കണോമിക് ഫീച്ചർ ഓഫ് ദ പെരുമാൾ റെയിൻ. പെരുമാൾ റെയിൻ്റെ, അതായത് പെരുമാൾ ഭരണത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഫീച്ചർ അല്ലാത്തത് താഴെ പറയുന്നത്, സാമ്പത്തികത്തിൻ്റെ ഫീച്ചർ അല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ടെമ്പിൾസ് ഡെവലപ്ഡ് ആസ് എ സെൻറ്റർ ഓഫ് പവർ. ടെമ്പിൾസ് എന്താണ്, സെൻറ്റർ ഓഫ് പവർ ആയിട്ട് ഡെവലപ്പ് ചെയ്തു. ബി, അഡിയാളേഴ്സ് വെർ ദ പീപ്പിൾ ഹു ടോയിൽഡ് ഇൻ ദ സോയിൽ. അഡിയാളേഴ്സ് മണ്ണിൽ പണിയെടുക്കുന്നവരായിരുന്നു. സി, ദ ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് വാസ് വിത്ത് ദ നാടുവാഴീസ്. സി ആണ് ശരിയായ ഉത്തരം. ദ ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് വാസ് വിത്ത് ദ നാടുവാഴീസ്. അപ്പം അതാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ റീജിയൻസ് ആൻഡ് ഫാമിലീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് നാടുവാഴീസ് നോൺ ആസ്. എന്താണ്, നാടുവാഴിയുടെ കീഴിൽ വരുന്ന ഫാമിലീസ് അല്ലെങ്കിൽ റീജിയൻസ് അറിയപ്പെടുന്ന പേരെന്താണ്, സ്വരൂപം. എന്താണ്, സ്വരൂപംസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ സ്വരൂപംസ് ദാറ്റ് റൂൾ ദ ഫോളോയിങ് റീജിയൻ. താഴെ കുറച്ച് റീജിയൻസ് കൊടുത്തിട്ടുണ്ട്, അവിടെ വരുന്ന സ്വരൂപങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചി, വേണാട്, ചിറക്കൽ, കോഴിക്കോട്. ഇത്രയാണ് തന്നിരിക്കുന്നത്. കൊച്ചിയിൽ അറിയപ്പെടുന്നത് എന്താണ്, പെരുമ്പടപ്പ് സ്വരൂപം. എന്താണ്, കൊച്ചി
പെരുമ്പടപ്പ് സ്വരൂപം, വേണാട് തൃപ്പപ്പൂര് സ്വരൂപം. ഏതാണ്? തൃപ്പപ്പൂര് സ്വരൂപം. ചിറക്കൽ കൊളാഷ് സ്വരൂപം. എന്താണ്? കൊളാഷ് സ്വരൂപം. കോല സ്വരൂപം, ചിറക്കൽ. കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം. എന്താണ്? കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം. ഇതൊക്കെയാണ് സ്വരൂപംസ്, ഈ പറയുന്ന റീജിയൻസിലുള്ള സ്വരൂപംസ്. ആക്ടിവിറ്റി 7. The Child Right Commission was established to protect the rights of children. Child Right Commission എസ്റ്റാബ്ലിഷ് ചെയ്തത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, as part of creating a world magazine on the topic children's right in the classroom, list 4 rights that can be included. എന്താണ് നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണ് ഒരു വേൾഡ് മാഗസിൻ ഉണ്ടാക്കുന്നു, അതിൽ നമ്മൾ ചിൽഡ്രൻസ് റൈറ്റിനെ കുറിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ വേൾഡ് മാഗസിനിൽ ഒരു ടോപ്പിക്ക് എഴുതുന്നു അല്ലേ. അതിന് 4 റൈറ്റ്സിനെ കുറിച്ച്, ചിൽഡ്രൻസിൻ്റെ 4 റൈറ്റ്സിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ലിസ്റ്റ് 4 റൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 റൈറ്റ്സ് നമുക്ക് എഴുതാം. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, എക്സ്പ്രഷനുള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള റൈറ്റ്, അവകാശം. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം ചൈൽഡ് ലേബർ, ബാലവേല ചെയ്യിക്കുന്ന ചൈൽഡ് ലേബറിന് അല്ലേ, ചൈൽഡ് ലേബറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശം. പിന്നെന്താണ്? റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ ഫ്രം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസ്, ശാരീരികവും മാനസികവുമായ എന്തെങ്കിലും. റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ ഫ്രം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസ്, ശാരീരിക മാനസികമായിട്ട് ആരെങ്കിലും അബ്യൂസ് ചെയ്താൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കെയർ അതിനുള്ള അവകാശം. ഇത്രയൊക്കെയാണ് 4 റൈറ്റ്സ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോ ദാറ്റ് എൻഷുർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ് 6 to 14 ഈസ്. ഏത് ഇതാണ്, ഏത് ലോയാണ് അല്ലെങ്കിൽ ഏത് ലോയാണ്? ദ ലോ ദാറ്റ് എൻഷുർ ദ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ടും കമ്പൽസറി എഡ്യൂക്കേഷൻ നിർബന്ധമായും 6 മുതൽ 14 വയസ്സ് വരെ കൊടുക്കണം എന്ന് പറയുന്ന ലോ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14, 6 മുതൽ 14 വരെ നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുന്ന, ഫ്രീയും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്ന പറയുന്ന ആക്ട് ഏതാണ്, ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് 4 ഇത് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കേരള എഡ്യൂക്കേഷൻ ആക്ട് തന്നിട്ടുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് തന്നിട്ടുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തന്നിട്ടുണ്ട്, പിന്നെന്താണ്? സെൻട്രൽ എഡ്യൂക്കേഷൻ ആക്ട് തന്നിട്ടുണ്ട്. ഇതിലേതാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിലാണ് അത് വരുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ അല്ലേ, വിദ്യാഭ്യാസം, നിർബന്ധിതമായ വിദ്യാഭ്യാസവും ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസവും നൽകണം 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക്. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ വരുന്നത്. ആക്ടിവിറ്റി 8 നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ന്യൂ ആർക്കിടെക്ചറൽ സ്റ്റൈൽ introduced in India by the Portuguese in the 16th century is. എന്താ പറഞ്ഞിരിക്കുന്നത്? പോർച്ചുഗീസുകാർ 16th സെഞ്ച്വറിയിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ന്യൂ ആർക്കിടെക്ചർ സ്റ്റൈല് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലാണോ, ഗാന്ധാര സ്റ്റൈലാണോ, അത് ഗോത്തിക് സ്റ്റൈലാണോ, ദ്രാവിഡിയൻ സ്റ്റൈലാണോ? ആരാണെന്ന് ശ്രദ്ധിക്കണം. ആരാണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗോത്തിക് സ്റ്റൈലാണ്. ഏതാണ് മക്കളെ? ഗോത്തിക് സ്റ്റൈലാണ്. ഇനി ടു വിച്ച് കൺസ്ട്രക്ഷൻ ഡു ദ ഗിവൺ ഇമേജ് ബിലോങ്? താഴെ കുറച്ച് കൺസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തേത് എന്താണ്? വിത്തല സ്വാമി ടെമ്പിളാണ്. ഏതാണ്? വിത്തല സ്വാമി ടെമ്പിളാണ്. വിത്തല സ്വാമി ടെമ്പിളാണ്. രണ്ടാമത്തേത് ഏതാണ്? രണ്ടാമത്തൊരു ചർച്ച്, പള്ളിയാണ് അല്ലേ, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. ഇനി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എനി വൺ ഫീച്ചർ ഓഫ് ദ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ ഓഫ് ദീസ് കൺസ്ട്രക്ഷൻ. ഈ കൺസ്ട്രക്ഷൻസിൻ്റെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലിൻ്റെ ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വിത്തല സ്വാമി ടെമ്പിളും സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചിയുമാണ്. അപ്പോൾ
അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. വിത്രസ്വാമി ടെമ്പിളിന് നോക്കിയേ, ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റോറേഡ് ടെമ്പിൾ കൺസ്ട്രക്ട് ബൈ ചിസല്ലഡ് റോക്സ്. ചിസല്ലഡ് റോക്സും കൊണ്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്, മണ്ഡപംസ് ക്യാൻ ബി സീൻ അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾ. ടെമ്പിൾസിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്ത് കാണാം, മണ്ഡപംസ് കാണാം. ഇനി ബോത്ത് ദ ടെമ്പിൾസ് ആൻഡ് മണ്ഡപംസ് ഹാവ് ഡെക്കറേറ്റഡ് പില്ലേഴ്സ്. അല്ലേ, ടെമ്പിൾസിലും മണ്ഡപംസിലും എന്തുണ്ട്, ഡെക്കറേറ്റഡ് പില്ലേഴ്സ് ഉണ്ട്. ഇനി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, അതിൻ്റെ പറയാം, ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ ഗോത്തിക് സ്റ്റൈൽ. ഇത് ഏത് സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്, ഗോത്തിക് സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. ദ പോയിൻറ്റഡ് സ്പൈസ് ആൻഡ് ആർച്ചസ് ആർ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ദ ഗോത്തിക് ആർക്കിടെക്ചർ. ആർക്കുകളും സ്പൈസും ഒക്കെയാണ്, പോയിൻറ്റഡ് സ്പൈസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഫീച്ചറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.